ശരണം 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 ഗുരുബാബ ശരണം അന്ത്യശരണം അന്ത്യശരണം ഗുരുബാബ. ഒരു രാഷ്ട്രീയ കാര്യം, നമ്മുടെ കാര്യം, നമ്മുടെ കേരളത്തിൻ്റെ കാര്യം, എന്തേ ഇങ്ങനെ അധപ്പതിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടുന്നത് എന്താണ്? സൽബുദ്ധി, സൽഗുണം, സൽപ്രവൃത്തി എന്നൊക്കെയല്ലേ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഇത്രയും മോശമായ രീതിയിൽ ഒരു പാർട്ടി പല രീതിയിലും തഴയപ്പെട്ടു. പുതിയ പാർട്ടി അധികാരമേൽക്കാൻ വേണ്ടി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എവിടെയും നേതാക്കന്മാരും സ്ഥാനാർത്ഥിമാരും ഒക്കെ ഒരുപാടുണ്ടാകും, അർഹതപ്പെട്ടവരെ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? ബുദ്ധിയില്ലേ? കഴുതകളാണോ? ഈ ഇലക്ഷൻ സമയം, ഈ 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഇവരുടെ ഈ 2 സീനിയർ നേതാക്കളുടെ, UDFിലെ 2 സീനിയർ നേതാക്കളുടെ പേരും പ്രവൃത്തിയും ഒന്നും കണ്ടിട്ടേ ഇല്ല, ഒന്നിനും കാണാനില്ല. സീനിയറായ 2 നേതാക്കന്മാരുടെ പ്രവൃത്തി കാണാനേ ഇല്ല, കേൾക്കാനേ ഇല്ല. പിന്നെ ഡൽഹിയിലോ മറ്റോ ഒരു സാധാരണക്കാരൻ്റെ വീക്ഷണത്തിൽ, സാധാരണക്കാരൻ കൂലിപ്പണിയോ അല്ലെങ്കിൽ അതുപോലെ കൊച്ചു പണിയെടുത്ത് കേരളത്തിൽ ജീവിക്കുന്ന കേരളീയൻ. പക്ഷെ ഒരാളുടെ മുഖം കണ്ടു ഒരിക്കൽ, പോസ്റ്ററിൽ, അതായത് ചുമരിൽ എഴുതിയ ചിത്രത്തിൽ വളരെ ഭംഗിയായിട്ടുണ്ട് വരഞ്ഞിട്ട്. ആരുടെ ചിത്രം? VD സതീശൻ എന്ന നേതാവിൻ്റെ. അദ്ദേഹം ഒരു പര്യടനം, കേരളക്കരയിലൂടെ ഒരു പര്യടനം നടത്തുന്നതിന് ന്യൂസ് അല്ലേ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ വളരെ കുറവായിരിക്കും. കാരണം അതിൻ്റെ ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി വളരെ നന്നായിട്ടുണ്ട്. കാരണം പോസ്റ്റർ, അതായത് കൈകൊണ്ട് വരഞ്ഞതിൻ്റെ നടുക്ക് പ്രിൻ്റ് ചെയ്ത ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരം. അദ്ദേഹം കുറേ എല്ലാവരോടും തർക്കിച്ചും നമ്മുടെ BJPയുടെ നേതാവിനോടൊക്കെ എതിർക്കുന്നതും കയർക്കുന്നതും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ പറയും, ഓക്കെ. അങ്ങനെ എല്ലാം കൊണ്ടും പ്രവർത്തിച്ച് ഉത്സാഹത്തോടെ നിൽക്കുന്ന ആ യുവത്വം നഷ്ടപ്പെടാത്ത മനുഷ്യനാണ് സ്വീകരിക്കുന്നതല്ലേ ജനങ്ങളെ നല്ലത്? യുവത്വം നഷ്ടപ്പെടാത്ത മനുഷ്യൻ. ഈ കറുപ്പം തേച്ച് തൊണ്ടക്കെല്ലാം ഒരുപാട് ചുളിവും വീണ് കഴിവും കെട്ടിട്ട് നടക്കുന്ന മനുഷ്യന്മാരെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്? ആരോഗ്യം വേണ്ടേ? VD സതീശനെ സംബന്ധിച്ച് ഈ 3 പേരിൽ ഉത്തമം അദ്ദേഹമാണ് ഈ 3 പേരിൽ ഉത്തരം. വീണ്ടും കേരളക്കര കുളമാക്കല്ലേ, ചളിക്കുണ്ടാക്കല്ലേ കേരളത്തിനെ. ഓർക്കൂ, നമ്മൾ വിഡ്ഢികളായി പോകില്ല. പ്രതികരിക്കൂ, പ്രവർത്തിക്കൂ. VD സതീശൻ എന്ന സ്ഥാനാർത്ഥി മതി കേരളക്കരയെ നയിക്കാൻ. വന്ദേ മാതരം, വന്ദേ മാതരം. ഗുരുബാബ ശരണം ശരണം, അന്ത്യശരണം ഗുരുബാബ.